അല്ല ഞാൻ വേറെ ഗുരുവായൂർ അമ്പലത്തിലല്ല വേറെ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്ത് കടകംപള്ളി സുരേന്ദ്രൻ പുഷ്പാർച്ചന നടത്തിയപ്പോ എന്തുകൊണ്ടാണ് അത് വാർത്തയായത്? അതുപോലെ തന്നെയാണ്. അല്ല എന്റെ നറേറ്റീവ് തന്നെയാണിതും. അല്ല ഞാൻ ചോട്ടെ, ഗുരുവായൂർ അമ്പലത്തിൽ നിന്നല്ല പിണറായി വിജയന്റെ മകൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ഏത് ക്ഷേത്രത്തിൽ ഇതേപോലെ പോയാലും അത് വാർത്തയാകും. ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഞാൻ പോയി എടുക്കും. ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ പിണറായി വിജയന്റെ മകൻ ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ ഇത് പൊളിച്ചു വന്നാൽ നമ്മുടെ സ്വാഭാവികം നമ്മുടെ ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. ജോഷി, CPM വിശ്വാസ വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാട് എന്താണ്? CPM-ന്റെ പാർട്ടി പ്രവർത്തകരുടെ വീടുകളിൽ ഗണപതി ഹോമം പാടില്ല എന്നുള്ളതാണ് പാലക്കാട്ടെ പാർട്ടി പ്ലീനം. അവർന്ന് വായിച്ചു നോക്കാൻ ഞാനതാണ് പറയുന്നത്. പാർട്ടി അംഗങ്ങൾ വിശ്വാസ വിഷയങ്ങളിൽ മാറി നിൽക്കണം. പാലക്കാട് പാർട്ടി പ്ലീനം പറഞ്ഞിട്ടുള്ളതാണല്ലോ. കുടുംബാംഗങ്ങൾക്ക് പക്ഷേ അത് ബാധകമല്ല വിജയകുമാർ. പാർട്ടി അംഗങ്ങളല്ല, വിവേക കുടുംബാംഗമാണ്, പാർട്ടി അംഗമല്ല പറഞ്ഞത്. അതിന് നമ്മൾ എന്തിനാണ് അതിനെ വഷളാക്കാൻ? പക്ഷേ അപർണ, ഈ ഗുരുവായൂർ എന്നുള്ളതിനെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നതിനാണ് ഇവരെല്ലാവരും എതിർക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ഒരു സംഭവം നടന്നതെങ്കിൽ ആ പ്ലേസ് ഓഫ് ഒക്കറൻസ് പ്രധാനമാണ്. അവിടെ വെച്ച് ചിത്രമെടുത്തയാൾക്ക് അടികിട്ടി, ചിത്രങ്ങൾ ഡിലീറ്റ് ചെയ്തു. ആ വിഷയം അവിടെ നിൽക്കുന്നുണ്ട് അപർണ. അപ്പോൾ അത് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല. വിവേകിന്റെ ചിത്രം എടുത്തത്, വിവേക് നല്ല രീതിയിൽ എങ്ങനെയാണോ ഒരു വിശ്വാസത്തോടെ ഒരാൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നത് അതേ രീതിയിൽ തന്നെ നല്ല കസവ് മുണ്ട് കൊടുത്ത് കസവ് നേരിയതും പുതച്ച് ക്ഷേത്രത്തിൽ തൊഴുത് ചന്ദനക്കുറിയും തൊട്ട് വരുന്ന വിവേകിന്റെ ചിത്രം കണ്ടിട്ട് എനിക്ക് നല്ല സന്തോഷമാണ് തോന്നിയത്. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥനായിട്ടുള്ള സെക്യൂരിറ്റിയാണ്, ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരനാണ് അവിടെ മർദ്ദിക്കപ്പെട്ടത്. അവിടെ അതുകൊണ്ട് മർദ്ദിച്ചത് സെക്യൂരിറ്റി. ലക്ഷ്മി, ഒരു കാര്യം, ഈ ദൃശ്യങ്ങൾ കാണുന്ന ഒരു ശരാശരി ഹിന്ദു വിശ്വാസിക്ക് എന്താണ് ഉണ്ടാവുക? ആ ക്ഷേത്രത്തിൽ പോയി ആചാരപരമായി അവിടെ പ്രാർത്ഥിക്കുന്ന ഒരാളോട് സ്നേഹമല്ലേ തോന്നുക? ഇപ്പൊ ശബരിമലയിൽ പോയിട്ട് ദേവസ്വം മന്ത്രി തൊഴാതെ നിൽക്കില്ലേ? ശബരിമലയിൽ നിൽക്കില്ലേ? ഇപ്പൊ നമ്മള് അപ്പൊ ആ ദേവസ്വം മന്ത്രിയോട് ഒരു ശരാശരി ഹിന്ദു വിശ്വാസിക്ക് എന്താണ് തോന്നുന്നത്? ഇയാൾ ഇതിന് തൊഴാൻ പറ്റുന്നില്ല, പിന്നെ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നതല്ലേ? ആറ്റുകാലിൽ പോകുമ്പോഴും ശബരിമലയിൽ അതുകൊണ്ടാണല്ലോ UDF-ന്റെ പോറ്റിയെ കയറ്റിയ പാട്ടിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രീതി കിട്ടിയത്. അപ്പോ അങ്ങനെ ഒരു നേതാവിന്റെ മകൻ ഗുരുവായൂരിൽ പോയി തൊഴുമ്പോ ഒരു ശരാശരി ഹിന്ദു വിശ്വാസിക്ക് അയാളോട് സ്നേഹമാ തോന്നുക? പിണറായി വിജയനോട് സ്നേഹം കൂട്ടിക്കെട്ടുന്നു എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അതായത് വിവേക് കിരൺ ഇതിനു മുൻപ് ഇതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട പൊതുചടങ്ങുകളിൽ പോകുകയും അവിടെ പങ്കെടുക്കുകയും ആ ഫോട്ടോകളെല്ലാം സമൂഹ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും എല്ലാം വന്ന് നിറയുകയും ചെയ്ത ഒരാളാണെങ്കിൽ കണ്ടില്ലേ, അപ്പോഴൊന്നുമില്ലാത്ത ഒരു പ്രതിഷേധം അയാൾ എന്തിന് ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോൾ കാണിച്ചു എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ നറേറ്റീവ് ഞാൻ അംഗീകരിക്കാം. അങ്ങ് വിജയൻ, ഞാൻ പറയുന്നതിന് പ്രതിഷേധിച്ചു. ഞാൻ പറയുന്നത് അവരൊന്ന് ക്ലാരിറ്റി വരുത്തി ഒന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പ്രതിഷേധമുള്ള വാക്ക് ദുസൂചനയുള്ളതാണ്. ആരാ പ്രതിഷേധിച്ചത്? പറയൂ. മറ്റ് എവിടെയെങ്കിലും പങ്കെടുത്ത് വിവേക് കിരണിന്റെ പടമോ അല്ലെങ്കിൽ അത്തരം ചിത്രങ്ങളോ അത്തരം വാർത്തകളോ പുറത്ത് നമ്മൾ അധികം കണ്ടിട്ടില്ല. അധികമല്ല, നമ്മൾ കണ്ടിട്ടേയില്ല. അങ്ങനെ മറ്റെല്ലായിടത്തും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ഫോട്ടോ എടുക്കുകയും അതിന് അംഗീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്ത ഒരാൾ ഗുരുവായൂർ അമ്പലത്തിൽ രഹസ്യമായി വന്ന് ഫോട്ടോ എടുത്ത മാധ്യമപ്രവർത്തകരോട് അത് ഡിലീറ്റ് ചെയ്യാനും അതിനുശേഷം സെക്യൂരിറ്റി മർദ്ദിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അതെന്തോ ഒളിപ്പിക്കാനാണെന്നും കരുതാം. അതങ്ങനെ അല്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്ന പോയിന്റ്, ഞാൻ ആദ്യത്തെ പോയിന്റ് കൃത്യമായിട്ട് പറയുന്നു. മനസ്സിലാവുന്നില്ല, അതാണ്. നമ്മളെല്ലാവരും മാധ്യമപ്രവർത്തകരാണ്, നമ്മളൊക്കെ ചെയ്യുന്ന മാധ്യമപ്രവർത്തനമാണ്. നമ്മളൊരു മാധ്യമപ്രവർത്തകന്റെ കണ്ണിലൂടെയാണ് ഈ വിഷയത്തെ കാണുന്നത് എന്ന് മാത്രം അപർണ ഓർക്കുക. ഞാൻ മാധ്യമപ്രവർത്തകന്റെ കണ്ണിലൂടെയാണ് കാണുന്നത്. ഇനി മറ്റേതെങ്കിലും തരത്തിൽ ഞാനത് എടുത്തു പറഞ്ഞു. കൂട്ടത്തിൽ ഒരുത്തന്നെ പുലർത്തേണ്ട കാര്യമൊന്നുമില്ല പറഞ്ഞ. അങ്ങനെ കൂട്ടത്തിൽ ഒരുത്തൻ തോന്നിയാസം കാണിച്ചാൽ ഞങ്ങളെല്ലാം കൂടി പ്രതിഷേധിക്കോ? ഇല്ല. ഞാൻ മാധ്യമപ്രവർത്തകനെ മർദ്ദിച്ച വിഷയമൊന്നുമല്ല സംസാരിക്കുന്നത്. നമ്മളങ്ങനെ വർഗസ്നേഹം കാണിക്കുകയോ എന്താണ് ആ നിലയിൽ പെരുമാറേണ്ട ആളുകളോ ഒന്നുമല്ല. വർഗസ്നേഹം വേണം കേട്ടോ. അല്ല, നമ്മൾ ചെയ്യേണ്ട ന്യായമായ കാര്യങ്ങൾ. ഇപ്പോൾ അന്യായമായി എന്തെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്തിയ ഒരു മാധ്യമപ്രവർത്തകനെ സംരക്ഷിക്കാൻ നമ്മൾ ആരെങ്കിലും പോവില്ല. അതുകൊണ്ട് വർഗ വിഷയമൊന്നുമല്ല ഇത്. നമ്മളൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലാണ് ആ വിഷയത്തെ കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് ഒരു മാധ്യമപ്രവർത്തകന്റെ കണ്ണിലൂടെയാണ് ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തത്. അതല്ലാതെ മറ്റു തരത്തിലുള്ള കാഴ്ച ഒന്നും ഞാൻ കണ്ടിട്ടില്ല.
ഇത് ആദ്യമായിട്ടാണെങ്കിലും അദ്ദേഹം ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയത് ആദ്യമായിട്ടാണെങ്കിലും ഒരൊറ്റ കാര്യം പറഞ്ഞ എനിക്ക് പറയാൻ സമയം തരുമെങ്കിൽ ഒരൊറ്റ കാര്യം എന്റെ സംശയം തീർക്കാൻ വേണ്ടിയാ ഈ അപർണ ഒരു ജേർണലിസ്റ്റ് ആണ്, ആ ഗുരുവായൂരിലെ ജേർണലിസ്റ്റ് ആണ്. അവിടെ ഈ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ ഇങ്ങനെ ഈ പിന്നെ അവിടുത്തെ ആചാരപരമായി ഇതൊക്കെ ചുറ്റി അവിടെ വന്ന് ക്ഷേത്രം ഈ ദർശനം നടത്തുന്നുവെന്ന് വിവരം കിട്ടിയാൽ അപർണ പോയി പടം എടുക്കുകയോ ഇല്ലയോ? പറ്റുവാണെങ്കിൽ ഒരു ബൈറ്റൂടെ ഞാൻ എടുക്കാൻ ശ്രമിക്കും. ഞാൻ ആരാ അവിടെ നിങ്ങൾ ഈ ചോദ്യങ്ങൾ മാത്രം ഉന്നയിക്കാതെ മറുപടി പറയാനുള്ള ഒരു അവസരം കൂടി അപർണ പറയും. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എനിക്ക് അറിയുന്ന മാധ്യമപ്രവർത്തനായിട്ടുള്ള രാജു ഗുരുവായൂരാണ് അവിടെ മർദ്ദനമേറ്റത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജുചേട്ടനാണ് മർദ്ദനമേറ്റതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴും നമ്മൾ ഇതിനകത്ത് മാറി നിൽക്കുകയോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകർക്ക് മുകളിൽ അപർണ എന്താ ചെയ്യുന്നതാണ്? രാജു ഗുരുവായൂരിന്റെ സ്ഥാനത്താണെങ്കിൽ എന്താണ് ചെയ്യുക? ഞാൻ രാജു ഗുരുവായൂർ ചെയ്തതിനെ ഞാൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞാൻ നിഷേധിക്കുന്നില്ല. ഞാൻ ഒപ്പമാണ് എന്ന് ഞാൻ ഒരു 100 തവണ പറയുന്നു. ആ പോയിന്റ് നിങ്ങൾ അപർണ ചിത്രം എടുക്കുമോ? എടുക്കും. ചോദിച്ച ചോദ്യം ചിത്രം എടുക്കും. ഇപ്പൊ വിജയം പറഞ്ഞ പോലെ ബൈറ്റ് എടുക്കാൻ ശ്രമിക്കും. സെക്യൂരിറ്റി വന്നാൽ ഡിലീറ്റ് ചെയ്താലോ? അതും വിഷയമാണ്. അല്ല, ഡിലീറ്റ് ചെയ്താലോ? വാട്ട് ഈസ് ദ ഇന്റൻഷൻ? അതിന്റെ ഉദ്ദേശം എന്താണെന്ന് സംശയം തോന്നില്ലേ അപർണയ്ക്ക്? അപർണ റിപ്പോർട്ട് ചെയ്യില്ലേ? അപർണയുടെ മാധ്യമ സ്ഥാപനത്തിലേക്ക് ഇതാ പിണറായി വിജയന്റെ മകൻ ഗുരുവായൂരിൽ ദർശനം നടത്തി, ദൃശ്യങ്ങൾ ബിഗ് ടിവിക്ക് എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കില്ലേ? വളരെ ലളിതമാണല്ലോ ചോദ്യം. അപ്പോൾ നമ്മുടെ ക്യാമറയിൽ നിന്ന് ഫോട്ടോ ഡിലീറ്റ് ചെയ്താൽ നമ്മൾ എന്ത് കൺക്ലൂഷനിലായിരിക്കും എത്തിച്ചേരുക? ഇതിനകത്ത് എന്തെങ്കിലും ഒരു നറേറ്റീവ് കൂടെ ഉണ്ടോ? അപർണ പറയുമോ? ഒരു ഹൈന്ദവ നറേറ്റീവ് എന്ന് അപർണ ഉപയോഗിച്ച ഈ ഹൈന്ദവ നറേറ്റീവ് കൂടെ ചേർത്താണോ റിപ്പോർട്ട് ചെയ്യുന്നല്ലോ? ആണോ? ഇതിനെ ഗുരുവായൂർ അമ്പലത്തിൽ വന്നതുകൊണ്ട് പാർട്ടിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും പുറത്തറിഞ്ഞാൽ എന്തോ ഇമേജ് പോകും, അതുകൊണ്ട് ഈ ഫോട്ടോ ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്ന നെറേറ്റീവിനെ മാത്രമാണ് ഞാൻ എതിർക്കുന്നത്. അതല്ലാതെ മറ്റൊന്നിനുമല്ല. നിങ്ങൾ ഈ മുഴുവൻ കാടടച്ച് ഞാനും ഒരു മാധ്യമപ്രവർത്തനം മർദ്ദനമേൽക്കുമ്പോൾ അപർണ കുറുപ്പ് ഇവിടെ നിന്ന് ശരി അത് കൊള്ളാമെന്ന് പറയുന്നതാണ് കരുതുന്നത്. മുഖ്യമന്ത്രിയുടെ മകനാണ് അവിടെ ദർശനം നടത്തിയത് എന്നതുകൊണ്ട് മാത്രമാണ് ആ പടം ഡിലീറ്റ് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ ആണ് എന്നതുകൊണ്ട് മാത്രമാണ് ആ പടം ഡിലീറ്റ് ചെയ്ത്. ഞാൻ നാളെ ഞാനോ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ വിശ്വാസിയായ ഒരാളോ അവിടെ പോയി ഇത് അങ്ങനെ ഒരു പടം. ഞാൻ ഒരു കാര്യം പറയാം. എന്തുകൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ പൂമൂടൽ നടത്തിയപ്പോൾ കേരളത്തിൽ വാർത്തയായത്? കൃഷ്ണകുമാർ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഇ.കെ. നായനാരുടെ മകൻ ശബരിമല ദർശനം നടത്തിയപ്പോൾ വാർത്തയായത് എന്തുകൊണ്ടാണ്? CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഗുരുവായൂരിൽ ദർശനം നടത്തിയ സമയത്ത് പുഷ്പാഞ്ജലി നടത്തിയപ്പോൾ പാർട്ടി ശാസിച്ചത്? മറ്റൊരു CPM MLA ഗുരുവായൂർ ദർശനം നടത്തിയപ്പോൾ അയാളുടെ കമ്മിറ്റി അയാളെ ശാസിച്ചത് എന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടാണ് കേരളത്തിൽ വാർത്തയായത്? ഇങ്ങനെ നിഷ്കളങ്കമായി നമ്മൾ ഈ വിഷയത്തെ കാണുന്നത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വാസ വിഷയങ്ങളിൽ ഇടപെടുന്നതിനും ആ പാലിക്കുന്നതിനും അത് എന്താണ് അനുഷ്ഠിക്കുന്നതിനും അത് ഫോളോ ചെയ്യുന്നതിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെതായ രീതിയുണ്ട്. ആ രീതി പുലർത്തുന്ന പാർട്ടി, അതിലെ അംഗങ്ങൾ, അതിന്റെ സമുന്നതരായ നേതാക്കളുടെ ബന്ധുക്കൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴോ ആചാരങ്ങളിൽ പങ്കെടുക്കുമ്പോഴോ വീട്ടിൽ ഗണപതി ഹോമം നടത്തുമ്പോഴോ ഒക്കെ അത് വാർത്തയാവുകയും അതിൽ പാർട്ടി നേതൃത്വത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ്. അതിൽ ഹൈന്ദവ നറേറ്റീവ് എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് അത്ഭുതമാണ്. സാധാരണ ഒരു ശരാശരി ഹിന്ദു വിശ്വാസിയെ സംബന്ധിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ പിണറായി വിജയന്റെ മകൻ പോയി തൊഴുതു നിൽക്കുന്ന കാണുമ്പോൾ ഒരു ഹിന്ദു വിശ്വാസിക്ക് സന്തോഷമാണ് തോന്നാറ്. സാധാരണ നമ്മൾ കാണുന്നത് ഗുരുവായൂരിലും ആറ്റുകാൽ അമ്പലത്തിലും അല്ലെങ്കിൽ ശബരിമലയിലും ഒക്കെ ഈ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിനായി മന്ത്രിമാർ പോയിട്ട് ഇങ്ങനെ കൈകെട്ടി അങ്ങോട്ട് ശ്രീലകത്തേക്ക് നോക്കി തൊഴണോ വേണ്ടയോ തൊഴണ്ട കൈകെട്ടി ഇങ്ങനെ മസിൽ പിടിച്ചു നിൽക്കുന്ന മന്ത്രിമാരെ, ദേവസ്വം മന്ത്രിമാരെ കാണുമ്പോൾ പലരും രോഷത്തോടെ പ്രതികരിക്കുന്നത് ഞാൻ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്തരം ഒരു പശ്ചാത്തലത്തിലാണ് ഇത് വാർത്തയാവുകയും ഇത് ചർച്ചയാവുകയും ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അതിൽ ഒരു നറേറ്റീവ് ഞാൻ കാണുന്നില്ല. അതൊരു ജേർണലിസ്റ്റിക് നറേറ്റീവ് ആണുള്ളത്. അതൊരു വരുന്നുണ്ട്. വേറെ വേർഷൻ കൂടി പറയട്ടെ. ഒരു കസവും ഉണ്ടെടുത്ത് നേരത്തെ പറഞ്ഞ പോലെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഒരു വരി ഒന്ന് മുഴുവൻ കേൾക്കുമോ? ഈ വാചകത്തിൽ പിടിക്കാതെ മുഴുവൻ ഒന്ന് കേട്ടാൽ പറ്റുള്ളൂ. ഞാനും ഗുരുവായൂരമ്പലത്തിൽ പോകുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കസവുമുണ്ട് വിട്ടുകളാ മുണ്ട് പറ. ഞാൻ പറഞ്ഞ ഒരു കസവും കൊണ്ടെടുത്ത് ഒരാൾ അങ്ങോട്ട് വരുമ്പോൾ അത് ആരും അറിയാതെ രഹസ്യമായ ഒരു സന്ദർശനം നടത്താൻ കഴിയും എന്ന് വരുന്ന ആൾക്കാർക്ക് ഒരു ബോധ്യമുണ്ടോ? അങ്ങനെയാണോ വരുന്നത് അവിടെ? അല്ലല്ലോ, അങ്ങനെയല്ല. ആവശ്യമില്ല അവിടെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആഗോള അയ്യപ്പ സംഗമം, വിജയകുമാർ പറയുന്നതെല്ലാം പഴയ കാര്യങ്ങളാണ്. ആഗോള അയ്യപ്പ സംഗമം നടത്തിയ ഒരു പാർട്ടിയുടെ നേതാവിന് ആഗോള അയ്യപ്പ സംഗമം എന്നത് വിശ്വാസം, ആചാര അനുഷ്ഠാനം ഒന്നും അല്ലായിരുന്നു. അത് അയ്യപ്പ വിശ്വാസികളുടെ സംഗമമായിരുന്നു. അവിടെ ആരും പിണറായി വിജയൻ പൂജ നടത്തിയിട്ടൊന്നുമില്ല.
അത് രണ്ടും രണ്ടാണ്. ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് CPM വിശ്വാസികൾക്കൊപ്പമാണെന്ന് പരസ്യമായി പറഞ്ഞിട്ടുള്ള പാർട്ടിയാണല്ലോ. അതിലെന്താ തർക്കം? ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും CPM-നെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടത്തിയ രാഷ്ട്രീയ ആക്രമണങ്ങളും ഉയർത്തിയ പ്രസ്താവനകളും ഒന്നും അറിയാത്ത ആളല്ല വിജയകുമാർ. എനിക്ക് വളരെ സിമ്പിളായി. വിശ്വാസവുമായി ബന്ധപ്പെട്ടായിരുന്നില്ല. അല്ല, വളരെ സിമ്പിളായി. എന്റെ ഒരു ചോദ്യമാണ്. ഇന്നിപ്പോ അവിടെ ഈ പറയുന്ന അപർണയുടെ സുഹൃത്തായ രാജു ഗുരുവായൂർ പോകുന്നു, പടം എടുക്കുന്നു. അയാളുടെ പടം ഡിലീറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഘർഷം അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന് കരുതുക. അങ്ങനെയെങ്കിലും ഇതൊരു ഫുട്ടേജ് വാർത്തയായി പോകും. ഒരുപക്ഷെ വാർത്തയെ പോലും പോവില്ല. അവിടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായി, അവിടെ ആ പടം ഡിലീറ്റ് ചെയ്തു, മർദ്ദിച്ചു എന്നുള്ളതാണ് ജോഷി. അത് മാത്രമല്ല, വിവേക് കിരണിന് അകത്തേക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അപർണ പോകാറുള്ളത് കൊണ്ട് അപർണയ്ക്ക് അറിയാമായിരിക്കുമല്ലോ. അവിടെ അകത്തേക്ക് കയറി ശ്രീകോവിലിന് മുന്നിൽ പോയി തൊട്ടടുത്ത് നിന്ന് തൊഴുന്നതിനായിട്ടുള്ള പ്രത്യേക പാസ് അടക്കമുണ്ട്, VIP പാസ് അടക്കമുണ്ട്. അങ്ങനെ അകത്ത് കയറ്റി ആളുകളെ തൊഴിക്കാറുണ്ട്, വേണ്ടപ്പെട്ടവരെയൊക്കെ കൊണ്ടുപോയി തൊഴിക്കാറുണ്ട്. അങ്ങനെയുള്ള ദർശനത്തിന് പോയിട്ടുള്ള മാധ്യമപ്രവർത്തകരടക്കം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ പോകുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉള്ളപ്പോൾ വിവേക് കിരൺ വരുമ്പോൾ എന്തായാലും വരി നിന്ന് 4 മണിക്കൂർ ക്യൂ നിന്നായിരിക്കില്ല തൊഴുതിട്ടുണ്ടാവുക എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവിടെ ക്ഷേത്രത്തിൽ അറിയിച്ച് ക്ഷേത്രം ഭാരവാഹികളെ AV ഗോപിനാഥിനെ അടക്കം അറിയിച്ചുകൊണ്ടുള്ള സന്ദർശനമാണത്. അപ്പോൾ അതൊരു സെക്യൂരിറ്റി മാത്രം ഈ ഫോട്ടോ എടുത്ത് ഡിലീറ്റ് ചെയ്തു എന്നുള്ള വാദത്തോട് ഞാൻ യോജിക്കുന്നില്ല. ക്ഷേത്രത്തിൽ വരാനും പ്രാർത്ഥിക്കാനും എല്ലാ വിശ്വാസികളെയും പോലെ വിവേകിനുള്ള അവകാശത്തെ മാനിച്ചുകൊണ്ട് തന്നെയാണ് എൻ്റെ അഭിപ്രായം. രഹസ്യ സന്ദർശനം നടത്തിയപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് അത് ഡിലീറ്റ് ചെയ്ത് അത് പാർട്ടിക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും ഇമേജ് പോകാതിരിക്കാൻ വേണ്ടി കളഞ്ഞു എന്ന് പറയുന്ന ഒരു നെറേറ്റീവിനെ ഞാൻ ഇപ്പോഴും എതിർക്കുന്നു. നോക്കൂ, അത് ഡിലീറ്റ് ചെയ്തതിനെ ന്യായീകരിക്കുന്നില്ല. ഈ പടം പുറത്തു വന്നാൽ നാണക്കേട് ആർക്കാ? വിവേക് കിരണിനാണോ? വിവേക് കിരണിന്റെ അച്ഛനായ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ? അത് ഗുരുവായൂർ അമ്പലത്തിൽ വന്നതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു വാർത്ത ന്യായീകരിക്കുന്നില്ല. നേരത്തെ വിജയകുമാർ പറഞ്ഞ പോലെ ക്ഷേത്രത്തിൽ പോകുന്നത് ഒരു ഹിന്ദു വിശ്വാസികളുടെ നാണക്കേടൊന്നുമല്ല. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ജോൾസിനെ കാണാൻ പോയതിന്റെ പുകിൽ എത്രയായിരുന്നു നമ്മൾ കണ്ടത് അല്ലേ? ഒരു തെരഞ്ഞെടുപ്പിന് 2-3 മാസമല്ലേ? മെമ്പർ സെക്രട്ടറി അല്ലേ? CPM സംസ്ഥാന സെക്രട്ടറി ജോൾസിനെ കാണാവോ? ജോൾസും ഈ പറയുന്ന പ്രശ്നം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത് കേരളത്തിൽ നടക്കുന്ന ചർച്ചകളെ പറ്റിയാണ് പറഞ്ഞത്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലാണ് ഞാൻ പറഞ്ഞത്. വിജയകുമാർ, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പുറത്തറിയുമ്പോഴേക്കും അവർക്ക് തള്ളി പറയുന്നതാണ്. ആ സമയത്ത് അദ്ദേഹം എന്താണ് പറഞ്ഞത്? എന്റെ സുഹൃത്താണ്, ഞാൻ ഇടയ്ക്ക് കാണാം. ഓക്കെ, ആയിക്കോട്ടെ. അതിലിപ്പോ അദ്ദേഹത്തിന്റെ അവകാശമല്ലേ? ഞാൻ അതിൽ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് കേരളം അങ്ങനെ വിജയകുമാർ ഇതിനെ ഈ നിലയിൽ ന്യായീകരിക്കണമെന്ന് ഉള്ളതിന്റെ വല്ലാത്ത ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഈ കിടന്ന്. ഞാനൊരു CPM മെമ്പറായിട്ടല്ല ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. EK നായനാറിനെ പക്ഷേ CPM പോലും പറയാത്ത ന്യായീകരണമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ പാർട്ടിയെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യണ്ട. വിജയകുമാർ, EK നായനാരുടെ കാലത്തുണ്ടായിരുന്ന CPM നിലപാടുകളാണോ ഇപ്പോൾ എന്നാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഞാൻ ആഗോള അയ്യപ്പ എന്നാര് പറഞ്ഞു? ഞാൻ പറഞ്ഞു വിശ്വാസ വിഷയങ്ങളിൽ നിലപാട് മാറിയോ എന്നറിയില്ല. കുടുംബാംഗങ്ങളുടെ കാര്യം ഇല്ലെന്നേ. അത് കുടുംബാംഗങ്ങളുടെ കാര്യത്തിൽ അവർക്ക് എന്ന് പറയുന്നത് ഒരു സ്വതന്ത്രനായ മനുഷ്യനാണ്. അന്നും EK നായനാർ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തും അദ്ദേഹത്തിന് ശബരിമലയിൽ പോകുന്നതിന് എന്താണ് തടസ്സം? പാർട്ടി അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ പറ്റും? EK നായനാരുടെ കാലത്ത് ശബരിമല യുവതി പ്രവേശനം അടക്കം VS അച്യുതാനന്ദ കാലത്ത് എടുത്ത നിലപാടാണല്ലോ. ആ നിലപാട് ഇപ്പോൾ എടുക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കേരളം മാറിയിട്ടുണ്ടെങ്കിൽ അതിന് BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് കൃത്യമായിട്ടുള്ള പങ്കുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ CPM സ്വീകരിച്ചിരിക്കുന്ന ഒരു മൃദു സമീപനമുണ്ട്. ആ മൃദു സമീപനം അത്യന്താപേക്ഷിതമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത് വളരെ വ്യക്തമായി പറയുകയും ആഗോള അയ്യപ്പ സംഗമത്തിൽ ഭഗവത്ഗീതയിലെ ശ്ലോകം ചൊല്ലി ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറയുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ മകൻ ഗുരുവായൂരിൽ സന്ദർശനം നടത്തിയാൽ അത് ഒളിച്ചു വെക്കാനുള്ളതാണ് എന്ന് വരുത്തുന്ന ഒരു നറേറ്റീവ് ശരിയല്ല. പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകന്റെ പുറത്തും ഒരു കയ്യ പോലും വീഴുന്ന ഏതെങ്കിലും എന്തിനാണ് ആ ചിത്രങ്ങൾ അവിടെ ഡിലീറ്റ് ചെയ്തത്? അയാളെ മർദ്ദിച്ചത് എന്തിനാണ്? ഇത്രയേ